ടിൻ ടിൻ ടിടിൻ ടിൻ. ഇതെങ്ങനെയുണ്ട്, കൊള്ളാമോ? അടിപൊളിയല്ലേ? 90 കാലഘട്ടത്തിൽ ഗിയർ വണ്ടി. ആഹാഹാ. ഡൺ ഡൺ ഡൺ. ഇത് കണ്ടാ, നമ്മുടെ കയ്യിൽ സോഡ കുപ്പിയുടെ അടപ്പുണ്ട്, കണ്ടില്ലേ? സോഡ കുപ്പിയുടെ അടപ്പ് നമ്മൾ ഒന്നല്ല രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് സോഡ കുപ്പിയുടെ അടപ്പ് ഇത് അതിങ്ങനെ വെച്ചിട്ട് ആണി കൊണ്ട് വേണ്ട അതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ വെച്ചിട്ട് നല്ലതുപോലെ ചുറ്റിയൊക്കെ ശ്രദ്ധിച്ച് അടിക്കണം കേട്ടോ. കൈക്കൊന്നും കൊള്ളരുത്, കൈക്ക് കൊള്ളാത്ത രീതിയിൽ ഇതണ്ട അതൊക്കെ ഒന്ന് മുട്ടിയാൽ മതി. അപ്പോഴത്തേക്ക് ഒരു ചെറിയ ഹോള് നമുക്ക് കിട്ടും. അപ്പോൾ സോഡ കുപ്പിയുടെ അടുപ്പിൽ ഹോളൊക്കെ ഇട്ടെടുത്ത് വേഗത്തിൽ തന്നെ നമ്മളൊരു പേന എടുത്തിട്ടുണ്ട്. കണ്ട, ഒരു പഴയ പേനയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ പേനയ്ക്ക് ഇത്തിരി നീളം കൂടുതലാണ്. അപ്പോൾ ഈ നീളം കൂടുതൽ കാരണം നമുക്കത് ഇത്തിരി അഭംഗിയായിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ അതിൻ്റെ അറ്റം കുറച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു, കുറച്ച് മാത്രം. അപ്പോൾ ആക്സോ ബ്ലേഡിന് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേ പേന റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കണ്ട ചെറിയൊരു മെഴുകുതിരിയുടെ കട്ട എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചെറിയ മെഴുകുതിരി കട്ടക്ക് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം, ചെറിയൊരു ദ്വാരം ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ട ഈ ആണി കൊണ്ട് നമുക്ക് ഈ മെഴുകുതിരി ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ തുളച്ച് റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ? ഈ മെഴുകുതിരിയുടെ അകത്ത് ആ തിരിയിരിക്കുന്ന ഭാഗം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഹോളായി കിട്ടിക്കോളും. അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഇങ്ങനെ ഹോൾ ഇട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് പൊട്ടിപ്പോകാത്തൊരു റബ്ബർ ബാൻഡ് നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ട. എന്നിട്ട് ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ എടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ഈർക്കിളി എടുത്തിട്ട് നമ്മൾ ഈ റബ്ബർ ബാൻഡിൻ്റെ അറ്റത്ത് ഇതേപോലെ ഉണ്ട്, ഇതേപോലെ ഇങ്ങനെ കെട്ടിയെടുക്കുകയാണ് നമ്മൾ. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ കെട്ടിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ? ഈർക്കിളി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കെട്ടിയെടുക്കാൻ പറ്റും. സോഡ കുപ്പിയുടെ തുളച്ച ദൂരത്തിൻ്റെ അകത്തേക്ക് നമുക്ക് റബ്ബർ ബാൻഡ് ഈസി ആയിട്ട് കയറ്റാൻ പറ്റും. പക്ഷേ കയറ്റാൻ പാടാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു വഴിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ഈർക്കിളി എടുക്കണം. എന്നിട്ട് ഈർക്കിളി എടുത്തിട്ട് ഈർക്കിളി ഇങ്ങനെ നെടുക് ഇങ്ങനെ പിളർന്നെടുക്കണം. ഈർക്കിളി ഇങ്ങനെ പിളർന്നെടുത്ത് കഴിയുമ്പോൾ ഈർക്കിളി ഒന്നും കൂടി ഫ്ലെക്സിബിളായി തീരും. കണ്ടില്ലേ? ഇതേപോലെ ആയി കിട്ടും നമുക്ക്. എന്നിട്ട് നമ്മുടെ റബ്ബർ ബാൻഡ് കണ്ട ഈ ഈർക്കിളിയുടെ അകത്തേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് ഈർക്കിളി ഇങ്ങനെ മടക്കി ഇങ്ങനെ എടുക്കണം. കണ്ടില്ലേ? അതുപോലെ തന്നെ നമുക്ക് ഈർക്കിളിയിൽ കോർത്തെടുത്ത റബ്ബർ ബാൻഡ് നമുക്ക് പേനയുടെ അകത്ത് കൂടിയേ വലിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും സോഡക്കുപ്പിയുടെ ദൂരത്തിലൂടെ കടത്തി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ മെഴുകുതിരി കട്ട എടുത്തിട്ട് അതിലൂടെ കോർത്തെടുത്തിട്ട് നമുക്ക് സൂപ്പറാക്കി മാറ്റാം. കണ്ടില്ലേ? ഈസിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു നീളമുള്ള ഈർക്കിളിയാണ് കേട്ടോ. ഈ ഈർക്കിളി എടുത്തിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഈ റബ്ബർ ബാൻഡിൻ്റെ അറ്റത്ത്, അതായത് മെഴുകുതിരിയുടെ അറ്റത്തായിട്ട് വന്നതാണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഈർക്കിളി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഈർക്കിളി ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഗിയർ. എന്നിട്ട് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ വണ്ടി എവിടെയെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആഹാ അടിപൊളിയായിട്ട് ഇങ്ങനെ നീങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഗിയർ വണ്ടി. 1990 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയാണിത്. ഇപ്പം അധികം അങ്ങനെ കാണാറില്ല, എങ്കിലും ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ടില്ല? അടിപൊളി വണ്ടിയാണ്, സൂപ്പർ വണ്ടിയാണ് നമ്മുടെ. കല്ലും മണ്ണ് എത്ര ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വണ്ടി അതിലൂടെയൊക്കെ ഈസി ആയിട്ടാണ് പൊക്കോളും. സൂപ്പർ വണ്ടിയാണ് ഗിയർ വണ്ടി. കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നൊരു വണ്ടിയാണിത്. വളരെ വളരെ ഇഷ്ടം നിറഞ്ഞൊരു വണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, ഉണ്ടാക്കി നോക്കണം കൂട്ടുകാരൊക്കെ. ഇത് കണ്ട, നമ്മൾ 2 ഡിസ്ക് എടുത്തിട്ടുണ്ട്. പാട്ട് കേൾക്കാനും സിനിമ കാണാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന CD കാസറ്റാണിത്. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് സ്ക്രാച്ചൊക്കെ വീണാറിനെ ഇപ്പോൾ ഉപയോഗിക്കണില്ല. അപ്പോൾ ഇവനെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ 90 കാലഘട്ടത്തിലെ ഗിയർ വണ്ടി ഒന്ന് പരിഷ്കരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് പൈപ്പാണ്. വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പൈപ്പിൻ്റെ ചെറിയൊരു കഷ്ണം നമ്മൾ മുറിച്ചെടുക്കുകയാണ്. കണ്ട, നല്ലതുപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ പൈപ്പ് കട്ട് ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഇനി നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പഴയ ഡപ്പിയുടെ ഒരു അടപ്പാണ് വേണ്ടത്. അപ്പോൾ ഇത് മതിയിട്ട് നമുക്ക്. എന്നിട്ട് നമുക്ക് വേണ്ട ഇതിങ്ങനെ വേഗത്തിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ചെറിയ 2 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്ത ഈ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങൾ കണ്ടില്ലേ, ഈ കാർഡ് പോലത്തെ. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ട പ്ലസ് ക്യൂക്ക് നല്ലതുപോലെ തേച്ചിട്ട് ഈ ഡിസ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഡിസ്കിൽ വലിയ ദൂരമില്ല, അതങ്ങോട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗത്തിൽ അങ്ങനെ ലാമ്പ് കത്തിച്ചിട്ട് കണ്ടോ ഈ ആണ് ചൂടാക്കി ഈ 2 ഡിസ്കൗണ്ട് തുളച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല? അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയൊരു മെഴുകുതിരിയുടെ കട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് കണ്ട ഈ ആണി കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി ഒരു ഹോളാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. കണ്ടില്ലേ? ചെറിയൊരു ഹോള് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാം റബ്ബർ ബാൻഡ് എടുക്കുന്നു. എന്നിട്ട് ഒരു ചെറിയൊരു ഈർക്കിളി കഷ്ണത്തിൻ്റെ അറ്റത്ത് ഇതുപോലെ കെട്ടിയെടുക്കുന്നു. കണ്ട, ഈസി ആയിട്ട് കെട്ടാൻ പറ്റും. കോർത്തെടുക്കാനായിട്ട് നമ്മൾ ഈർക്കിളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ? ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ. ആദ്യം നമ്മൾ വണ്ടി ഉണ്ടാക്കിയില്ല, അതേപോലെ തന്നെ വേണ്ട ഈ ഈർക്കിളിയുടെ അകത്തേക്ക് ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈർക്കിളി മടക്കി എടുക്കാം. എന്നിട്ട് പൈപ്പിൻ്റെ അകത്തേക്ക് നമുക്ക് ഈർക്കിളി കയറ്റി കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈർക്കിളി മറ്റേ ചക്രമായിട്ടുള്ള ഡിസ്കിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കുന്നു. നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ മെഴുകുതിരി കട്ടയില്ലേ, അതും കൂടി എടുത്തിട്ട് കണ്ട ഈ ഈർക്കിളിയുടെ അകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഈർക്കിളിയാണ് കേട്ടോ. അതായത് ഈർക്കിളി ഈ റബ്ബർ ബാൻഡിൻ്റെ അറ്റത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി തീർന്നു. നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല? ഇങ്ങനെ ഈർക്കിളിയിൽ പിടിച്ചില്ല, നേരത്തെ ചുറ്റിയെടുത്ത പോലെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ വണ്ടി ചുറ്റിയെടുത്തതുപോലെ തന്നെ ഇതും ഇങ്ങനെ ചുറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ഗിയർ വണ്ടി സൂപ്പറായി കിട്ടും. അപ്പോൾ പാട്ട് കേൾക്കാൻ പറ്റുന്ന, സിനിമ കാണാൻ പറ്റുന്ന പഴയകാല ഡിസ്കൗണ്ട് നമ്മുടെ 90 കാലത്തെ വണ്ടി നമ്മൾ ഒന്ന് പരിഷ്കരിച്ചെടുത്തേക്കാണ്.
ഒരു പരീക്ഷണമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഗിയർ വണ്ടി റെഡിയാക്കി എടുത്തത്. സംഗതി ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഓടി പോകണ്ടിട്ടാ. പക്ഷെ എന്താ കേസ് എന്ന് വെച്ചാൽ ഈ ഡിസ്കൗണ്ട് ഉണ്ടാക്കിയ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വട്ടത്തിൽ ചുറ്റി ചുറ്റിയാണ് പോണത്. അതുപോലെ തന്നെ കല്ലും കട്ടമൊന്നും ഇല്ലാണ്ട് വളരെ നീറ്റായിട്ട് കിടക്കുന്നത്. ഈ ടൈലിട്ട പോലത്തുള്ള സ്ഥലത്താണ് നമ്മുടെ ഈ ഡിസ്കൗണ്ട് ഉണ്ടാക്കിയ പുതുകാലത്തുള്ള നമ്മുടെ ഗിയർ വണ്ടി ഓടണത് കേട്ടാ. ഈ 2 വണ്ടീനെ അപേക്ഷിച്ച് എനിക്ക് കൂടുതൽ സൂപ്പറായിട്ട് തോന്നിയത് നമ്മുടെ സോഡാ കുപ്പി കാർക്കൊണ്ട് ഉണ്ടാക്കിയ വണ്ടി തന്നെയാണ് കേട്ടോ. അതാണ് അടിപൊളിയായിട്ട് തോന്നിയത്. ഈ ഡിസ്കുകൾ വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഗിയർ വണ്ടി മോശമൊന്നല്ലാട്ട പറഞ്ഞത്. 2 വണ്ടീനെ വെച്ച് നോക്കുകയാണെങ്കിൽ 90 കാലഘട്ടത്തിൽ റെഡിയാക്കിയെടുത്ത ഗിയർ വണ്ടിയിൽ സോഡാ കുപ്പിയുടെ കാർക്കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഗിയർ വണ്ടി നമ്മൾ ആദ്യം ഉണ്ടാക്കിയത്. ആ ഗിയർ വണ്ടിയാണ് 2 വണ്ടീനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ പുതുപുത്തൻ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവരോടും സ്നേഹം. ടാറ്റാ, ബൈ ബൈ. ഓക്കെ.